തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ആഞ്ഞടിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. മഹാരാഷ്ട്രയിൽ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പിൽ കൃത്രിമം നടന്നതായാണ് രാഹുൽ ആരോപിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ആഞ്ഞടിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ചില കണക്കുകൾ നിങ്ങൾക്ക് മുന്നിൽ എനിക്ക് അവതരിപ്പിക്കാനുണ്ട്. കഴിഞ്ഞ ചില തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഞെട്ടിച്ചു കളഞ്ഞു. മഹാരാഷ്ട്രയിൽ നടന്നത് അസാധാരണ പോളിംഗ് ആണ്. 5 മണി കഴിയുമ്പോൾ വോട്ടിംഗ് ശതമാനം കുതിച്ചുയർന്നു. കുറച്ചു കാലമായി ജനങ്ങളിലും ഈ സംശയം ഉയരുകയാണ്. അതിനാൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ സുതാര്യത വേണം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പലതും മറച്ചുവെക്കുകയാണ്. 40 ലക്ഷം ദുരൂഹ വോട്ടർമാരാണ് മഹാരാഷ്ട്രയിലുള്ളത്. ഇവിടുത്തെ രേഖകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നശിപ്പിച്ചു. കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടും കമ്മീഷൻ വോട്ടർ പട്ടിക നൽകിയില്ല. CCTV ദൃശ്യങ്ങൾ 45 ദിവസം കഴിഞ്ഞപ്പോൾ നശിപ്പിച്ചു. BJPയുമായി ചേർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ട് മോഷ്ടിക്കുകയാണ്. डेटा रख सकते हो, जितना रखना है रख दो, मगर इलेक्शन कमीशन 45 दिन में CCTV को खत्म करना चाह रहा है, वोटर लिस्ट नहीं दे रहा है. तो दे आर कल्यूडिंग विद द BJP. They are helping the BJP destroy the election system in India. എല്ലാ മണ്ഡലത്തിലും ഇരട്ട വോട്ടർമാരാണ്. വ്യാജവിലാസങ്ങളിൽ നിരവധി പേരുണ്ട്. ഇല്ലാത്ത വോട്ടർമാരെ പട്ടികയിൽ തിരികെ കയറ്റുകയാണ്. വീട്ടു നമ്പർ 0 എന്ന് രേഖപ്പെടുത്തി ഒരുപാട് പേരുണ്ട്. ചിലരുടെ പിതാവിന്റെ പേരിന്റെ സ്ഥാനത്ത് വെറും അക്ഷരങ്ങൾ മാത്രമാണുള്ളത്. 68 പേർക്ക് ഒരു വ്യവസായ സ്ഥാപനത്തിന്റെ മേൽവിലാസം. ഒരു മണ്ഡലത്തിൽ മാത്രം 40,000-ലധികം വ്യാജ വോട്ടർമാർ. കർണാടകയിലും ഇത്തരത്തിലാണ് ക്രമക്കേട് നടന്നത്. കർണാടകയിലെ ബംഗളൂരു സെൻട്രലിന് കീഴിൽ മഹാദേവപുരം മണ്ഡലത്തിൽ മാത്രം നടന്നത് വലിയ തിരിമറിയാണ്. 1 ലക്ഷത്തിലധികം വോട്ടുകളാണ് പല മാർഗത്തിലൂടെ മോഷ്ടിച്ചത്. 25 സീറ്റിൽ BJP ജയിച്ചത് 33,000-ന് താഴെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ. രാജ്യത്താകെ 5 മാർഗത്തിലൂടെയാണ് വോട്ട് ചോർത്തിയത്. കുറ്റകരമായ തട്ടിപ്പാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാട്ടുന്നതെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു. നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.